ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്. വാടിയ പൂ ആരും ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവുമുള്ളപ്പോൾ എല്ലാവരുമുണ്ട്. നമ്മളൊന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങൾ കരയാൻ കാരണമായവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. ചിലർക്ക് തങ്ങളുടെ അഹങ്കാരം മൂലം വിലപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ചിലർക്ക് ബന്ധങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു. ഈ വാക്കുകൾ ഓർക്കുക. ശക്തരായിരിക്കുക, എന്നാൽ അഹങ്കരിക്കരുത്. ദയ കാണിക്കുക, എന്നാൽ ദുർബലരാകരുത്. വിനയം കാണിക്കുക, എന്നാൽ ഭീരുവാകരുത്. അഭിമാനിക്കുക, എന്നാൽ അഹംഭാവം പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നീ എത്രത്തോളം അയാളെ സ്നേഹിച്ചോ അത് മറ്റൊരാൾ വഴി നിനക്ക് കിട്ടും. നിന്നെ അയാൾ എത്രത്തോളം വേദനിപ്പിച്ചോ അത് മറ്റൊരാൾ വഴി അയാൾക്കും കിട്ടും. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. അവ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. അവ പ്രവൃത്തികളായി മാറുന്നു. നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക. അവ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുക. അത് സ്വഭാവമായി മാറുന്നു. നിങ്ങളുടെ സ്വഭാവം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വിധിയായി മാറുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിടത്ത് നിന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന ഇടത്ത് നിന്ന് നമ്മൾ നമുക്കായി ജീവിച്ചു തുടങ്ങും. കഴിഞ്ഞതോർത്ത് പശ്ചാത്തപിക്കുന്നതും ഭാവിയെ ഭയപ്പെടുന്നതും നിർത്തുക. ഇന്ന് മാത്രമാണ് നിങ്ങൾക്ക് ആകെയുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ചിലർ വാക്കുകൾ കൊണ്ടും ചിലർ പ്രവൃത്തി കൊണ്ടും ചിലർ മൗനം കൊണ്ടും വേദനിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ വേദന നമ്മൾ അവരെ വളരെയധികം വിലമതിക്കുമ്പോൾ ആരെങ്കിലും നമ്മെ അവഗണിക്കുന്നു എന്നതാണ്. ഒരു സാഹചര്യം മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മാറ്റുക. ഓർക്കുക, നിങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്, ജീവിത രീതിയിലല്ല. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരെ ബഹുമാനിക്കുക. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല എങ്കിലും അവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെയല്ല, നിങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഏതൊരു ബന്ധത്തിലും പിണക്കങ്ങൾ സർവ്വസാധാരണമാണ്. പിണക്കത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യണം. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ആണെങ്കിൽ അവരെ സഹായിക്കുക. ആ വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങളിലൂടെയാകാം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. കഷ്ടകാലമെന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. ഏതൊരു കാര്യവും വിജയത്തിൽ എത്തുന്നതിന് മുൻപ് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. സഹിഷ്ണുതയുള്ളവർ മാത്രം ഇന്നല്ലെങ്കിൽ നാളെ വിജയം ആസ്വദിക്കും. വിജയം മുൻകാല തയ്യാറെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. ഒരാൾ ഒന്ന് താഴ്ന്നു തരുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന്
നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല.